എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ 2026 എങ്ങനെയാണ് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2026 എങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ 4 ഓഫ് സോഡ്സ്, 7 of Wands, Tower Movement, 3 of Cups, Ace of Cups, 2 of Pentacles. ആദ്യം തന്നെ 4 of Swords and Ace of Cups എനർജി കണക്ഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അല്ലാതെ അതായത് വലിയ രീതിയിലുള്ള ഇഷ്യൂസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫുഡ്, ഇപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം അമിതമായിട്ട്, ഇപ്പോൾ ജങ്ക് ഫുഡ് ഒത്തിരി കഴിക്കുന്നവർക്ക് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൂടുതൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് സ്ട്രെസ്സ് നിങ്ങൾക്കുണ്ട് എങ്കിൽ നിങ്ങളത് അധികം സ്ട്രെസ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓവറായിട്ട് സ്ട്രെസ് എടുക്കാതിരിക്കും. മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈഫിൽ എന്ത് കാര്യത്തിനാണോ നിങ്ങൾ കുറച്ചധികം നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, അത് ഇതുവരെ നടന്നിട്ടില്ല എങ്കിൽ അത് സംബന്ധിച്ച് എപ്പോൾ നടക്കും എന്നുള്ളൊരു ടെൻഷനായിരിക്കും നിങ്ങൾക്ക്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ചില സമയം നമ്മൾ അത് എന്താ പറയുക, നമ്മൾ വിധിക്ക് വിടുക അല്ലെങ്കിൽ അത് കാലത്തിന് വിടുക, സമയത്തിന് വിടുക എന്നൊക്കെ പറയും. അതിൻ്റേതായിട്ടുള്ളൊരു കറക്റ്റ് സമയമാവുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സെൽഫ് കെയർ ആവശ്യമായിട്ടുള്ളൊരു സമയമാണ്. ഇപ്പോൾ അനാവശ്യമായിട്ട് ഉത്കണ്ഠ ആലോചിച്ച് എപ്പോൾ എങ്ങനെ എന്നൊന്നും ചിന്തിക്കാതിരിക്കുക. നിങ്ങൾക്കൊരു എയിം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ ഫലം അതേതായിട്ടുള്ള സമയത്ത് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് എല്ലാത്തിനും ഹീലിംഗ് ആവശ്യമുള്ളൊരു സമയം, അതായത് ഒരു റിലാക്സേഷൻ, ഇത് റെസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ അധികം അതിപ്പോൾ ഓവർ വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നല്ലതാണ്, കഠിനാധ്വാനം ചെയ്യുന്നത്. പക്ഷെ അമിതമായിട്ട് ജോലി ചെയ്യുന്നവരും കുറച്ച് സമയം നിങ്ങൾക്കായിട്ട് ചിലവഴിക്കും, ഒരു സെൽഫ് കെയർ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, ജേർണലിങ് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടാവും. അതേപോലെ നിങ്ങളുടെ ശരീരവും മനസ്സും അതിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും. അതേപോലെ ക്രിയേറ്റിവിറ്റി, പാഷൻ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, കലാപരമായിട്ട് നിങ്ങളുടെ ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കുന്നതൊക്കെ ഈ സ്ട്രെസ്സും മറ്റും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 7 of Wands and 3 of Cups എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കേണ്ട സമയമാണ് ഇപ്പോൾ. അപ്പോൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുന്ന സമയം എന്ന് പറയാൻ കാര്യം, പൊതുവേ ചുറ്റുമുള്ള ചില വ്യക്തികൾ, മറ്റുള്ളവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളില്ല എന്നുള്ളതല്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് 2 തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, നിങ്ങളെ കുറ്റം പറയുന്നവർ, ഹെയ്റ്റേഴ്സ്, അതുപോലത്തെ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ചില ആളുകൾ ചില കുറ്റം ആരോപിക്കൽ, നിങ്ങളിങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കും. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും അല്ലെങ്കിൽ എത്രയും അവരോട് പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അവർ മനസ്സിലാക്കും. പക്ഷെ മനസ്സിലാക്കുന്നില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർ മനസ്സിലാക്കില്ല. നിങ്ങൾ ആരോടാണോ സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത്, അവർ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണോ, തെറ്റിദ്ധാരണയാണോ എങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല എങ്കിൽ അതൊരു തെറ്റിദ്ധാരണയല്ല, അവരങ്ങനെ വിശ്വസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മേൽ കുറ്റം ചാരുന്നത് അവരുടെ ഉള്ളിലുള്ള പശ്ചാത്താപം കൊണ്ടായിരിക്കും. അവർക്ക് ആ ഒരു കുറ്റം നിങ്ങളിൽ ആരോപിച്ചാൽ മാത്രമേ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. കാരണം അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം അവർക്ക് മനസ്സിലൊരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. പലരും അത് ചെയ്യുന്ന കുറ്റബോധം സ്വയമേ തന്നെ അവർ അവനോൻ്റെ മുമ്പിൽ തന്നെ സ്വയമേ തന്നെ ഒരു മുഖംമൂടിയിട്ടാണ്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മുടെ മുഖം മറിച്ച് മുഖംമൂടിയിടാം, പക്ഷെ നമ്മുടെ സ്വന്തം മനസ്സിനോട് തന്നെ അങ്ങനെ ഒരു മുഖംമൂടി ഇട്ട് നടക്കാൻ ശ്രമിക്കുന്ന ചില ആളുകളായിരിക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം പാഴാക്കാതിരിക്കുക, അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാതിരിക്കുക. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. അതുപോലുള്ള സുഹൃത്തുക്കളുടെ കൂടെ സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്താണ്,
നല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി പോലെ നിങ്ങളെ കരുതുന്ന ഫ്രണ്ട്ഷിപ്പുള്ള ആളുകളുണ്ട്. ഏത് ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് ടൈമിൽ, എത്രയും ചീത്ത സമയമാണെങ്കിലും നല്ല സമയമാണെങ്കിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ നിങ്ങൾ നിൽക്കുക എന്നുള്ളതാണ്. കമ്മിറ്റഡ് ആയിട്ടിരിക്കുക. ഇപ്പോൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ട്രസ്റ്റ്, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ സ്വയം ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, നിങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നിങ്ങളുടെ തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളത്. ഇവിടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പറയുന്ന മറ്റൊരു കാര്യം, വിദ്യാഭ്യാസ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അത്യാവശ്യം പ്രായമായിട്ടുള്ള തീരെ ചെറിയ കുട്ടികളല്ല സ്വയം ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ലെവലിലാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യമായിട്ട് പ്രധാനപ്പെട്ട ഡിസിഷൻ നിങ്ങൾ എടുക്കുക. അതായത് ഏത് കോഴ്സ് പഠിക്കണം, എന്താ എങ്ങനെയെന്നുള്ളത്. കാരണം പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങൾ എന്തിലാണോ കഴിവുള്ളത് അതിൽ മുന്നോട്ടേക്ക് വിടുക എന്നുള്ളതായിരിക്കില്ല. മറിച്ച് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ സ്കോപ്പ്, ജോലി കിട്ടാൻ സാധ്യത കൂടുതലുണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അതെന്താണ് ഇതാണെന്ന് അറിയാതെ ആയിരിക്കും ചില പാരൻസൊക്കെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് എങ്കിൽ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക, പാരൻസിനെ കൺവിൻസ് ചെയ്യാം ഇതിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. പിന്നെ പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പറയുകയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഒറ്റപ്പെടൽ, അടുത്തിടയ്ക്കായിട്ട് കുറച്ച് ഒറ്റപ്പെടലൊക്കെ ആണെങ്കിൽ ഒറ്റപ്പെടലൊക്കെ മാറി ഒരു ഉയർച്ച ലൈഫിലുണ്ടാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ഉയർച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നു എന്നുള്ളത്, ലൈഫ് പേർപ്പസ് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ 7 ഓഫ് ഫോൺസ് ഇൻ 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്ന. ചുരുക്കം ചില ആളുകളിലാണ് നിങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള സിറ്റുവേഷനാണ്. ഇപ്പോൾ ജോലിയിൽ നിങ്ങളുടെ പേരിൽ എന്തോ ആരോപണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, വഴക്കുകളായിരിക്കും. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളൊരു ആരോപണം അല്ലെങ്കിലും നിങ്ങളുടെ കൊളീഗായിട്ടുള്ള വഴക്ക്, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. ഒരു ആരോപണം എന്നുള്ള രീതിയിൽ വേറെ രീതിയിൽ അല്ലെങ്കിൽ കൂടി തെറ്റ് നിങ്ങളുടെ ഭാഗത്താണെന്നുള്ള രീതിയിലോ അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാകാം. അപ്പം അങ്ങനെയുള്ള ആരോപണങ്ങളും സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു ജോലിയിൽ തുടരണോ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ ജോലി നിർത്തിയാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ല. അതായത് മാസാമാസം നിങ്ങളുടെ ജോലി ഇല്ലെങ്കിലും കടന്നു പോകാൻ, ഫാമിലിയിൽ മറ്റുള്ളവർക്ക് ജോലി ഉണ്ടെങ്കിൽ കടന്നു പോകാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ തൽക്കാലം ജോലി നിർത്തിയാൽ ഇഷ്യൂസ് ഇല്ലാത്തവർ ക്വിറ്റ് ചെയ്യണമെങ്കിൽ ക്വിറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ബിസിനസ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്, ബിസിനസ്സിൽ മുന്നേറാൻ പറ്റുന്ന ഒരു അവസരം കാണിക്കുന്നു, ബിസിനസ്സിൽ മുന്നേറാനുള്ള അവസരം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ പലതരത്തിലുള്ള അവസരങ്ങൾ വരുന്ന, ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു ടൈം പീരീഡാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ ജോലി ക്വിറ്റ് ചെയ്യാൻ അത്രയും ഒരു ഇമോഷണലി ഭയങ്കര ലോ ആണെങ്കിൽ ജോലി ക്വിറ്റ് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് കിടക്കുക. അല്ലാത്ത പക്ഷം സ്ലോലി ചെറിയൊരു ബിസിനസ് നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ സിറ്റുവേഷൻസ് വേഴ്സണാവുകയാണെങ്കിൽ ബിസിനസ് മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോയി തുടങ്ങുമ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ബിസിനസ്സിലേക്ക് പൂർണ്ണമായിട്ടും മാറാവുന്നതാണ്. കാരണം നിങ്ങളുടെ എനർജിയിൽ ബിസിനസ്സിലേക്ക് പോകാനുള്ള അവസരം കാണിക്കും. ബിസിനസ് തുടങ്ങാനുള്ള ചാൻസ് പണ്ടേ ഉള്ളതാണ്. നിങ്ങൾ ശ്രമിച്ചിട്ടില്ലാത്തതുമാവാം. പിന്നെ ടവർ മൊമെൻറ്റ് ആൻഡ് ഏസ് ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ പലരും നിങ്ങൾ ചെയ്യേണ്ടുന്ന ആ ഒരു പ്രായത്തിൽ പലതും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. സാധാരണ ആ ഒരു പ്രായമെന്നൊന്നും ഇല്ലായെങ്കിൽ കൂടി നമ്മുടെ സൊസൈറ്റി പറയുമല്ലോ ഇന്ന പ്രായത്തിൽ ഇന്ന കാര്യങ്ങളെന്നുള്ളത്. അപ്പോൾ ആ സൊസൈറ്റിയുടെ ചിന്തയ്ക്കനുസരിച്ച് ആ പ്രായത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന പ്രായത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു പ്രായം കഴിയുമ്പോൾ നിങ്ങൾക്കൊരവസരവും കാര്യങ്ങളും വരുന്നത് ഇപ്പോൾ നല്ല പ്രായത്തിൽ ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ നല്ല പ്രായത്തിൽ എന്ന ആളുകൾ പറയുന്ന പ്രായമാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരം വരികയാണ് വീണ്ടും ഒരു ഫൗണ്ടേഷൻ, നിങ്ങളുടെ ജീവിതത്തിനൊരു അടിത്തറ പണിത് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ. അത് പലതരത്തിലാവാം. പലരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ആദ്യമായിട്ട് ജീവിതത്തിൽ ജോലി ചെയ്യുന്ന കുട്ടികളൊക്കെ വലുതായി അവരവരുടെ വഴിക്ക് പോയി കഴിയുമ്പോൾ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവർ, സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സിറ്റുവേഷനൊക്കെയാണ്. അല്ലെങ്കിൽ മക്കളൊക്കെ മാറി എല്ലാവരും പോയി കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ സ്വന്തം വീട് വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതത്തിൽ പുതിയൊരു അടിത്തറയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിൽ മുന്നേറാനായിട്ട് പറ്റുന്നൊരു സിറ്റുവേഷൻ എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, ഹോബീസൊക്കെ ഏറ്റെടുത്ത് നിങ്ങളൊരു പാഷൻ അതിൻ്റെ പുറകെ അത് ഒരു ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു മാസത്തിൽ അങ്ങനെ ഒരു സാധ്യത കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.